എൻ്റെ പേര് ജാൻകി വിശ്വനാഥ് എന്ന ജാനു. എന്നെക്കുറിച്ച് പറയുവാണേ നാട്ടുകാരുടെ സൽപുത്രി. കുരുത്തക്കേട് എന്തെന്ന് പോലും അറിയില്ല. കാണാൻ അത്യാവശ്യം ഐശ്വര്യ റായ പോലെയാണ്. എന്നാലും അതിൻ്റെ ഒരു അഹങ്കാരമൊന്നുമില്ല കേട്ടോ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ എന്നെ തനിച്ചാക്കി പോയി. ഇപ്പോൾ അച്ഛൻ്റെ പെങ്ങൾ അപ്പയുടെ കൂടെയാണ്. അപ്പയുടെ ഭർത്താവും അന്ന് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഞാനും അപ്പയും പിന്നെ എൻ്റെ അഞ്ജുവും രക്ഷപ്പെട്ടു. അഞ്ജു അന്ന് അഞ്ജലി അപ്പയുടെ മകളാണ്. അതിലുപരി എൻ്റെ സഹോദരി. കുഞ്ഞുനാൾ മുതൽ ഞങ്ങളെല്ലാത്തിനും ഒരുമിച്ചാണ്. അഞ്ജു അത്യാവശ്യം വായാടിയാണ്, ഈ എന്നെ പോലെ. ഞങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ അപ്പയ്ക്ക് പേടിയാണ്. കാരണം എന്തേലും വയ്യാവേലി ഒപ്പിച്ചുകൊണ്ടാവും വരിക, സ്വാഭാവികം. അപ്പോൾ ഇന്ന് ഞാനും അഞ്ജു ഒരു ജോലിക്കായി പോവുകയാണ്. അതിനെക്കുറിച്ച് പിന്നെ പറയാമേ. ഇപ്പോൾ അഞ്ജു കുരുപ്പിനെ വിളിച്ചെഴുന്നേൽപ്പിക്കട്ടെ. അഞ്ജു, എഴുന്നേൽക്ക് പെണ്ണേ, ഇന്ന് പോവാനുള്ളതാ. എനിക്ക് വയ്യ ജാനൂസേ, നമുക്ക് നാളെ പോകാം. നാളെ നിൻ്റെ അച്ഛൻ നടത്തുമോ ഇൻ്റർവ്യൂ? പോയി ഉറങ്ങാനുള്ള ത്വര പോയി കുളിച്ചിട്ട് വാടി അഞ്ജൂസേ. ഞാൻ ദേ വരുന്നു. നിങ്ങൾക്ക് എന്നെ അറിയാലോ അല്ലേ? അതൊക്കെ എൻ്റെ ജാനി പറഞ്ഞു കാണും. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. അമ്മേ, അപ്പേ, അടഞ്ഞു പിള്ളേരെ, ഞാൻ അടുക്കളയിലാണ്, ദേ വരുന്നു. ദേ 2 പേരോടും ഞാൻ പറയുകയാ, കുരുത്തക്കേടൊന്നും കാണിക്കരുത്. അറിയാത്ത സ്ഥലമാണ്. ഹോസ്റ്റലിലായതുകൊണ്ട് എനിക്ക് ആശ്വാസമുണ്ട്. അല്ലേ 2 കൂടെ എന്തെങ്കിലും ഒപ്പിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ അപ്പേ? നിങ്ങളെ ചെയ്യൂ. അപമാനം, കടുത്ത അപമാനം. നമുക്ക് പോവാൻ ജാനൂസേ. അടങ്ങി നിൽക്കഞ്ചു. മോളി ജാനി, അച്ഛയുടെയും അമ്മയുടെ അനുഗ്രഹം വാങ്ങ്. അതിന് ജാനി ഒന്ന് പുഞ്ചിരിച്ചു. ഞങ്ങൾ ഇറങ്ങുക അമ്മേ, സമയമായി. പോയിട്ട് വാ മക്കളെ, അവിടെ ചെന്നിട്ട് വിളിക്ക്. ശരി അപ്പേ. ഇതേ സമയം മറ്റൊരിടത്ത് ക്രിസ്റ്റൽ മാൻഷൻ. ഡോൺ വെറി, നമ്മുടെ രാവണൻ രാവിലെ ഓൺ ഫയറാണ്. ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ തന്നെ നമ്പർ 1 മാൻഷനും രാവണൻ്റെ കോട്ടയുമായ ക്രിസ്റ്റൽ മാൻഷനിൽ. പേര് പോലെ തന്നെയാണ് മാൻഷൻ, വൈറ്റ് ഇൻ കളർ. മാൻഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പൂൾ സൈഡാണ്. ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടമാകും തരത്തിലാണ് മാൻഷൻ. നല്ല അടിപൊളി റൂം, എന്താ വൃത്തി. ജാനി വന്നിട്ട് വേണം ഈ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ. മിക്കവാറും നമ്മുടെ രാവണൻ കൊച്ചിനെ വലിച്ച് കീറും. അപ്പോൾ ഇനി നമുക്ക് സംഹാരമൂർത്തിയായ രാവണൻ്റെ അടുത്തേക്ക് പോകാം. രാവണൻ ജിം റൂമിലാണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ദ ഗ്രേറ്റ് ബിസിനസ് ടൈക്കൂൺ, ബെസ്റ്റ് എൻ്റർപ്രണർ, വൺ ഓഫ് ദ ബ്രില്യനിയർ മിസ്റ്റർ ആദിദേവ് വർമ്മ. ബിസിനസ്മാൻ അലോക് വർമ്മയ്ക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഐശ്വര്യ വർമ്മയ്ക്കും 3 മക്കൾ. ആദിദേവ് വർമ്മ, ലക്ഷ് വർമ്മ, ആരോഹി വർമ്മ. ലക്ഷ് വർമ്മ MBBS ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. MBBS എന്ന് പറഞ്ഞ് മെച്യൂർഡ് ആണെന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. വെള്ള കോട്ട് വേണമെന്ന് പറഞ്ഞ് MBBS എടുത്ത മഹാനാണ്. ലക്കി എന്ന് വിളിക്കും. ഏട്ടൻകുട്ടിയാണ് ലക്കി. അച്ഛനേക്കാൾ ലക്കിക്ക് ഇഷ്ടം നമ്മുടെ രാവണനെയാ. ഉള്ളത് പറയാലോ, ആദിയേട്ടനെന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷ്യനും ആരോഹിക്കും ജീവനാണ്. അതുപോലെ നമ്മുടെ രാവണനും ഇവരെ ജീവനാണ്. ആരോഹി വർമ്മ, ആരു, ഏട്ടന്മാരുടെ പെറ്റ്. ആളൊരു വായാടിയാണ്. അതുപോലെ തന്നെ ധൈര്യമുള്ള കൂട്ടത്തിലല്ല. ചെറിയ കാര്യത്തിന് പോലും കണ്ണു നിറച്ചു നിൽക്കും. ലക്കിക്കാരു കിളിപ്പെണ്ണാണെങ്കിൽ ആദിക്കാരു തന്നെ കുഞ്ഞിയാണ്. യാതൊരുവിധ അഹങ്കാരവുമില്ലാത്തൊരു പൊട്ടിപ്പെണ്ണ്. ഇനി നമുക്ക് മിസ്റ്റർ രാവണൻ്റെ നൻപനെ കാണാം. ആദിയുടെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹം അറിയാത്തൊരു കാര്യവും ആദിക്കില്ല. അതുപോലെ തന്നെ തിരിച്ചും. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന പോലെ ആദിയുടെ അത്ര ഇല്ലേലും ഒരു അടാറ് കളിപ്പൻ തന്നെയാണ് ആള്. ആദിയുടെ കമ്പനി CEO ആണ്. അലോക് വർമ്മയുടെ ബാല്യകാല സുഹൃത്ത്. രാമകൃഷ്ണൻ്റെയും മീരാരാമൻ്റെയും ഒരേ ഒരു മകൻ കിരൺ സായി കൃഷ്ണൻ, കിച്ചു. ആദിയുടെ മാത്രം സായി. ഇവിടേക്കാണ് നമ്മുടെ ജാനിയും അഞ്ജുവും വരുന്നത്. ഇനിയുള്ള കലാശക്കൊട്ട് കണ്ടു തന്നെ അറിയണം. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ മീറ്റിംഗ് ഓഫ് കലിപ്പൻസ് ആൻഡ് അവർ കാന്താരീസ്. നീ എന്താ ആലോചിച്ചിരിക്കുക? എനിക്ക് നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയുമോ? ഏതോ ക്രിസ്റ്റൽ വേൾഡ് എന്ന കമ്പനിയിലല്ലേ? അതല്ല ഇവിടുത്തെ വിഷയം. എന്നെ നമ്മുടെ ആതിര വിളിച്ചിരുന്നു. എന്നിട്ടെന്താ പറഞ്ഞടിയേ? ജാനീസേ, പണി പാളിയടി. അവിടുത്തെ ബോസ് സ്ട്രിക്റ്റ് ആണെന്നാ പറഞ്ഞേ. ആദിദേവും കിരൺ സായിയും അവിടുത്തെ ബോസാ. കിരൺ സാർ വലിയ കുഴപ്പമില്ല, പക്ഷേ ആദി സാറ് പണിയാണ് മോളെ. അതെന്താടി, അങ്ങേരെന്തോ ചെയ്യാനാ? പൊന്നു മോളെ ജാനകി, അങ്ങേരൊരു കലിപ്പനാണ്. അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുക്കരുതെന്ന് ആതിര പറഞ്ഞ് വലിച്ചു കീറി ഒട്ടിക്കുമെന്ന്. അപ്പോൾ എനിക്കുള്ള എൻ്റർടൈൻമെൻ്റ് ആയി. എടി, അങ്ങേര് നിൻ്റെ പപ്പും പൂളെങ്കിലും ബാക്കി വെക്കുമോ? പേടിപ്പിക്കാതിരടി പിശാചേ. അപ്പം എൻ്റെ ജാനിക്കൊച്ചിന് പേടിയുണ്ട്.
പിന്നെ പേടിക്കാതിരിക്കാൻ ഞാൻ ജാൻസി റാണിയല്ലേ? ഞാനൊന്നും പറഞ്ഞില്ലേ? വാ, ഇറങ്ങാൻ സമയമായി. ലക്കി, നിന്നോട് ഞാൻ ആദ്യം വിളിക്കാൻ പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ നിൽക്കുവാണോ? മമ്മ വന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു മമ്മ, ഇപ്പം ഞാൻ അങ്ങോട്ട് ചെന്നാലേ അനിയനാണെന്ന് നോക്കുകയില്ല, പിടിച്ച് ഭിത്തിയിൽ തേക്കും. നൈസ്, അപ്പം എൻ്റെ രാവണൻകുട്ടി കലിപ്പാണ്. മുത്തശ്ശി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ആദി വന്ന് പറഞ്ഞു. അത് പിന്നെ ഒരു ഫ്ലോയിൽ വരുന്നതാ മൈ ഡിയർ ലിറ്റിൽ ബോയ്. ഞാൻ പോകുന്നു, സായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇന്നെന്തിനാ ഗ്ലാസ് അടിച്ചുടച്ചേ? അതിനാദ്യം ഒന്ന് ദേഷ്യത്തിൽ നോക്കി. എനിക്ക് രാമായണം വായിക്കാൻ സമയമായി, ഞാൻ പോട്ടെ മോനെ. ഐഷു, ഒരു ഗ്ലാസ് വെള്ളം. ഐഷുവും ലച്ചുവും കണ്ട് ചിരിച്ചു. ലക്കി വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ആരോട്ടൻ എഴുന്നേറ്റില്ലേ മമ്മ? അവളെ യോഗ ചെയ്യുവാതി. ഞങ്ങൾ ഇറങ്ങുവാ മമ്മ, മുത്തശ്ശിയോടും ആരുവിനോടും പറഞ്ഞേക്ക്. ലക്കി വാടാ. പോയിട്ട് വായോ. ഇനി എന്നാണോ എന്തോ ആദി പഴയതുപോലെ ആകുന്നേ. ഇപ്പോൾ അവൻ പൂർണ്ണമായും പപ്പയിൽ നിന്ന് അകലുവാണല്ലോ. ഇപ്പോൾ അമ്മ പറയുന്നത് പോലെ പേരിൽ മാത്രമേ ദേവനുള്ളൂ, കയ്യിലിരുപ്പ് അസുരൻ്റെയാ. അമ്മയുടെ ഭാഷയിൽ തനി രാവണൻ അല്ല, രാവണൻ കുട്ടി. ഐഷുവേ, ആദ്യം പോയടി. ആ പോയി അമ്മേ. ഓ രക്ഷപ്പെട്ടു, ഇനി ഞാൻ പോയി സീരിയൽ കാണട്ടെ. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളുന്നേ? ബ്ലഡി, നിൻ്റെയൊക്കെ കുടുംബ സ്വത്തല്ല ക്രിസ്റ്റൽ വേൾഡ്. നിനക്കൊക്കെ തോന്നുന്നത് പോലെ ചെയ്യാൻ. പൊന്ന മോനെ, വിത്തിൻ 10 മിനിറ്റ് ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം. ഗോട്ട് ഇറ്റ്. ആദ്യം വരുന്നതിന് മുന്നേ ചെയ്തു തീർക്കുന്നതാ നിനക്കൊക്കെ നല്ലത്. ഇല്ല ഞാൻ പറയണ്ടല്ലോ. ഓരോന്ന് വന്നോളും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെല്ലാം കണക്കാ, ഒന്നിനെയും വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ സായിക്കൊരു തേപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 ഇയർ ആയിട്ടുള്ളതായിരുന്നു. എന്തോ ചെയ്യാൻ, നമ്മുടെ ചെക്കനെ കെയറിങ് അല്ലെന്നും പറഞ്ഞ് ആ പെണ്ണ് പോയി. അന്ന് തകർന്ന കിരണിൻ്റെ ഒപ്പം നിന്നത് ആദിയാണ്. ആദിയും സായിയും കുഞ്ഞുനാൾ മുതൽക്കേ ഒപ്പമുണ്ട്. സായിയുടെ പ്രണയത്തിൻ്റെ കഥ ആദിക്കറിയാമായിരുന്നു. ഡാ സായി, നീ എന്താ മൂഡ് ഓഫ് ആയിരിക്കുന്നേ? ഒന്നുമില്ലടാ, ചെറിയൊരു പണി കിട്ടി, ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ഫ്രഷേഴ്സ് വരുന്നേ. ബട്ട് ഇപ്പോൾ നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഫ്രഷേഴ്സിൻ്റെ കാര്യം സീനിയർ എംപ്ലോയീസ് നോക്കിക്കോളും, നമുക്ക് പോകാം. ആദി പറഞ്ഞു. ഓക്കേടാ. എടി നോക്കടി, എന്ത് വലിയ കമ്പനിയാ. കാണാൻ അടിപൊളിയാണെങ്കിലും ഇവിടുത്തെ അവസ്ഥ നേരിൽ കണ്ടു തന്നെ അറിയണം, ജാനകി പറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വല്ല ചുരിദാർ മറ്റോ ഇടാന്. നിന്നെ കണ്ട ഇവിടെ ജോലിക്ക് വന്ന വല്ലവരുടെയും കൊച്ചാണെന്നേ തോന്നുന്നേ. നീ തന്നെ ഇത് പറയണം. ഞാനൊരു ജോലിക്ക് വന്നെന്ന് കരുതി വീട്ടിലമ്മ ആവില്ല. ഐ ആം എ ലിറ്റിൽ ഗേൾ, എ ജാക്കി ജാനി. തെറ്റിപ്പോയി, ജാക്കി ചാൻ എന്നാ ഉദ്ദേശിച്ചേ. അതെനിക്ക് മനസ്സിലായി. ഇനി ഇവിടെയും കഥ പറഞ്ഞു നിന്നാലേ തെണ്ടിപ്പോകും. വാ പോയി നോക്കാം. സെറ്റ്. എക്സ്ക്യൂസ് മീ. യെസ്, ന്യൂ അപ്പോയിൻമെൻ്റ് ആണ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? യെസ് ഷുവർ. ഷോ മീ യുവർ ഡീറ്റെയിൽസ്. ഓക്കെ, പ്ലീസ് ടേക്ക് യുവർ സീറ്റ് ആൻഡ് ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ. ഹലോ, ഇതാരാണാവോ? ആത്മാവ് ഫഞ്ചു. ഹലോ, ഞാൻ ഇവിടുത്തെ സീനിയർ എംപ്ലോയിയാ, നയന. നിങ്ങളെ PA പോസ്റ്റിലേക്കാണ് അപ്പോയിൻമെൻറ്റ് ചെയ്തേക്കുന്നേ. കുറച്ച് വെയിറ്റ് ചെയ്യണം. സാർ ഇവിടെ ഇല്ല, ഒരു മീറ്റപ്പ് അറ്റൻഡ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇവർക്ക് ഞങ്ങൾ വരുമ്പോൾ തന്നെ മീറ്റപ്പ് ആണോ? അല്ല പിന്നെ. ആത്മാവ് ഫഞ്ചു. ഇപ്പോഴാണ് മീറ്റപ്പ് കഴിഞ്ഞ് ഫ്രീ ആയത്. ഇനി പുതിയ PA അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ഒന്ന് നോക്കണം. ഇൻ്റർവ്യൂവിന് ഞാനും സായിയുമില്ലായിരുന്നു. ആ നോക്കാം. മേ ഐ കമ്മിങ്? യെസ് എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഏതോ ഒരു പെൺകുട്ടി നിൽക്കുന്നു. 18 വയസ്സ് തോന്നും. അല്ല, ഇതെന്തിനാണ് അവ ഇങ്ങോട്ട് കയറി വന്നേ? ഇനി ഇവിടുത്തെ എംപ്ലോയീസിന് റിലേറ്റീവ് വല്ലതുമാണോ? അത് ചോദിച്ചു നോക്കിയാലല്ലേ അറിയൂ. പൊട്ടൻ. ആദ്യം മൈൻഡിൽ പറഞ്ഞു. പൊട്ടൻ നിൻ്റെ. സർ, സോറി, താൻ ഏതാ? ഇവിടെ എന്തിനാ വന്നത്? കടൽ കാണാൻ. ആത്മാ ഓഫ് ജാനു. ഹേയ്, വൈ ആർ യു സൈലൻറ്റ്? സർ, ഞാൻ PA വേക്കൻസിയിൽ വന്നതാ, ജാനു പറഞ്ഞു. ആദ്യ അത്ഭുതത്തോടെ അവളെ നോക്കി. ഷോ മീ യുവർ സർട്ടിഫിക്കറ്റ്. ജാനകി വിശ്വനാഥൻ, വൈദേഹി, ഏജ് 20, ഗാർഡിയൻ ലക്ഷ്മിദാസ്, എലിജിബിലിറ്റി. ഇതെന്താ LKG കഴിഞ്ഞ് ഡയറക്റ്റിങ് പോകുന്ന പോലെ? അവൻ അവളെ ഒന്ന് നോക്കി. ഒരു ഡാർക്ക് ബ്ലൂ ഫ്രോക്കാണ് ഇട്ടിരിക്കുന്നേ. ചമയങ്ങളൊന്നുമില്ലാതെ കുഞ്ഞുമുഖം, ചുവന്നാദരം, ചെമ്പരത്തി പോലെയുള്ള കവിളുകൾ, എല്ലാത്തിനും ഉപരി അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന കുസൃതി ചിരിയും നിഷ്കളങ്കതയും. ജാനിയുടെ വിളികേട്ടാണ് ആദ്യ സ്വബോധത്തിൽ വന്നേ. അവന് ചമ്മൽ തോന്നി. പല പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്, ഒരിക്കലും അവരെ ആരെയും ശ്രദ്ധിച്ചിട്ട് കൂടിയില്ല. എന്നാൽ ഇന്ന് എനിക്കെന്താ പറ്റിയേ? ആദ്യം മനസ്സിലോർത്തു. ഇയാളിതെന്തോന്നാ, കുറേ നേരമായി സ്വപ്നം കാണുന്നു, നിന്ന് മനുഷ്യൻ്റെ കാല് കഴക്കുന്നു.
ഇനി എപ്പോഴാണാവോ എന്തോ ബോധത്തിൽ വരുന്നേ. ജാനകി മനസ്സിൽ പറഞ്ഞു. ആദിദേവ് വർമ്മ എന്തായാലും കാണാൻ കൊള്ളാം. എന്നാ ഒരു ലുക്ക. വൈറ്റ് ബ്ലേസർ നന്നായി ചേരുന്നുണ്ട്. പോരാത്തതിന് മുഖത്തേക്ക് ചായുന്ന കുഞ്ഞു മുടി. ഫേസ് ഫുൾ ഗൗരവമാണല്ലോ. ഇയാൾ ചിരിക്കൂലേ? അതൊക്കെ ഞാൻ ചുമ്മാ ചിരിച്ചുകൊണ്ട് നടക്കുവല്ലേ. അയ്യേ, ഞാനെന്തിനാ ഇങ്ങനെ വായി നോക്കുന്നേ? ജോലി കിട്ടുന്നതിന് മുന്നേ വായി നോക്കിയാൽ ശരിയാകില്ല. ഓക്കെ മിസ് ജാനകി, താൻ എൻ്റെ PA ആണെന്ന് മനസ്സിലായല്ലോ. എൻ്റെ ഓഫീസ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക, എന്നെ അസിസ്റ്റൻ്റ് ചെയ്യുക, കമ്പനി ആവശ്യം പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് തൻ്റെ ഡ്യൂട്ടി. മനസ്സിലായോ? മനസ്സിലായി സർ. സീറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത് എൻ്റെ ക്യാബിനിൽ തന്നെയാണ്. സോ ടേക്ക് യുവർ സീറ്റ്. ഓക്കെ സർ. ഓ, അപ്പോൾ ജോലി കിട്ടി. ഇനി വേണം പൊളിക്കാൻ. അഞ്ജുവിൻ്റെ കാര്യം എന്തായോ എന്തോ. ഇതേ സമയം അഞ്ജു സായിയുടെ ക്യാബിനിൽ. ഞാൻ ക്യാബിനിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. ഇങ്ങോട്ടല്ലേ ആ പെണ്ണ് വരാൻ പറഞ്ഞേ, എന്നിട്ടിവിടെ ആരുമില്ലല്ലോ. അപ്പോഴാണ് ഓഫീസ് റൂമിൽ അകത്തുള്ള റൂമിൽ നിന്നും സായി ഇറങ്ങി വന്നത്. സായിയെ കണ്ട് അഞ്ജു മിഴിച്ചു നിന്നു. തെറ്റിദ്ധരിക്കേണ്ട, കൊച്ചു വായി നോക്കി നിന്നതാ. അഞ്ജു പൊളിയല്ലേ? ഓ, എന്ത് ഭംഗിയാ ഇയാളെ കാണാൻ. നമ്മുടെ നാട്ടിൽ ഇത്ര ലുക്കുള്ള ഒറ്റൊരുത്തനെയും കാണാനില്ല. ഇപ്പോൾ ഒരാശ്വാസം. ആ ബ്ലൂ ഷർട്ട് നല്ലോണം ചേരുന്നുണ്ട്. പോരാത്തതിന് കട്ടത്താടിയും കലിപ്പ് ലുക്കും. ഇനി വല്ല തേപ്പോ കിട്ടിയിട്ടുണ്ടോ? നോക്കാം. എന്തായാലും എനിക്ക് സന്തോഷമായി. ഓഫീസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു പെൺകുട്ടി നിൽക്കുന്നു. മിക്കവാറും ഇതായിരിക്കും PA. എന്തോ ഒരു പ്രത്യേകത തോന്നുന്നു ഈ പെൺകുട്ടിയിൽ. ഒരു സിമ്പിൾ ബ്ലൂ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. അഴിച്ചിട്ട മുടിയും ചായം തേക്കാത്ത ചുണ്ടുകളും യാതൊരുവിധ ചമയവുമില്ലാതെ മുഖവും മൊത്തത്തിൽ ഒരു ഐശ്വര്യം തോന്നിക്കുന്നുണ്ട്. എന്തോ ചെയ്യാൻ, വാ തുറന്നാൽ പോയി മോനെ. അവള് കാളിയ, അസ്സൽ ഭദ്രകാളി. നീ എന്താ സായി ചെയ്യുന്നേ? പെണ്ണ് എന്ന് കേട്ടാൽ വാളെടുക്കാൻ നിൽക്കുന്ന നീയാണോ ഇവിടെ വായി നോക്കി നിൽക്കുന്നേ? മൈൻഡ് പറഞ്ഞു. ദേ, ആര് നോക്കിയെന്നാ പറയുന്നത്? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. എന്തോ ശബ്ദം കേട്ടാണ് ഞാൻ സ്വബോധത്തിൽ വന്നത്. ഇത്ര നേരം ഇയാളെ ഞാൻ വായി നോക്കിക്കൊണ്ടിരിക്കുവാണോ? കഴിഞ്ഞോ? അഞ്ജു അതിനൊന്ന് ഇളിച്ച് കാണിച്ചു. ഡീറ്റെയിൽസ് കാണിക്ക്. ഓക്കെ, ഡീറ്റെയിൽസ് കറക്റ്റാണ്. ഇന്ന് തൊട്ട് ജോയിൻ ചെയ്തു. ഡ്യൂട്ടി എന്തൊക്കെയെന്നറിയാലോ. ഡ്യൂട്ടി കറക്റ്റ് ആയിരിക്കണം. ഷെഡ്യൂൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ചെയ്തതുപോലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഡിസിപ്ലിൻ, ടൈം മാനേജ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് എക്സെട്ര. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഗോട്ട് ഇറ്റ്? യെസ് സർ. എന്നാൽ പിന്നെ വർക്ക് തുടങ്ങിക്കോ. ഇതെന്തോന്ന്, ഹിറ്റ്ലറിൻ്റെ ക്യാബിൽ പോലും ഇത്രയും കാണില്ല. ഞാൻ പെട്ടല്ലോ കർത്താവേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. കൊള്ള ഹിറ്റ്ലർ. അഞ്ജു മനസ്സിലോർത്തു. എന്ത് സ്വപ്നം കണ്ട് നിൽക്കുക? പോയി പറഞ്ഞ പണി ചെയ്യടി. ഓക്കെ സാർ. അരപ്പിൽ പോയതാണെന്ന് തോന്നുന്നു. നോക്കാം. സായി അവളുടെ കാണിച്ചു കൂട്ടിൽ കണ്ട് മനസ്സിൽ പറഞ്ഞു. എന്നാലിത് വേണ്ടായിരുന്നു കൃഷ്ണ. ഞാൻ എന്നും നിന്നെ തൊഴുതുന്നില്ലേ? എന്നിട്ട് ഈ പുലിമടയിൽ തന്നെ കൊണ്ടിട്ടല്ലോ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. എല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെ ആയില്ലേ? ചുമ്മാതല്ല ഇയാളെ രാവണനെന്ന് വിളിക്കുന്നേ. എല്ലാം കത്തിച്ച് ചാമ്പലാകുമല്ലോ. ജാനി മനസ്സിലോർത്തു. നമ്മുടെ ജാനി കൊച്ച് വന്നപ്പോൾ തൊട്ട് ആദ്യ വർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. മടിയുടെ ഹോൾസെയിൽ അംബാസഡറായ ജാനി ഒരല്പം ഫ്രീ ടൈം കിട്ടുമോ എന്നറിയാൻ നിൽക്കുമ്പോഴാണ് ഒരു സ്റ്റാഫ് വന്നിട്ട് ലീവ് ചോദിച്ച് തീർന്നതേ ഉള്ളൂ. ലീവ് എടുക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നതെന്തിനാ? നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ലീവ് തരാനല്ല ഞാനിരിക്കുന്നേ എന്നും പറഞ്ഞു തുടങ്ങി. അവസാനം ആ പെണ്ണ് ലീവ് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുക ചെയ്തേ. പാവം. ഇതോടുകൂടി ബ്രേക്ക് ചോദിക്കാൻ നിന്ന ജാനി നൈസായിട്ട് പ്ലേറ്റ് മാറ്റി. കൊച്ചിൻ്റെ ധീരരോധനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ജാനകി, എന്താലോചിച്ച് നിൽക്കുക? ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടോ? സോറി സർ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എമിറേറ്റ്സ് ഗ്രൂപ്പ് അയച്ച മെയിൽ ചെക്ക് ചെയ്യ്. ഓക്കെ സർ. പരട്ട രാവണൻ, ജാനകി മനസ്സിൽ പറഞ്ഞു. ജാനകിയും അഞ്ജുവും ഉച്ച കഴിഞ്ഞപ്പോൾ ഓഫീസിൽ നിന്നിറങ്ങി. ഫസ്റ്റ് ഡേ ഉച്ചവരേ ഉള്ളൂ. ഹോസ്റ്റൽ വരെ ജാനി സൈലൻ്റ് ആയിരുന്നു. അത് മനസ്സിലാക്കി അഞ്ജുവിന് ഹാർട്ടായി സ്പീഡിൽ ഇടിക്കാൻ തുടങ്ങി. റൂമിലെത്തിയതും ജാനി അഞ്ജുവിനെ അറഞ്ചം പുറഞ്ചം തല്ലി പഞ്ഞിക്കിട്ടു. അവസാനം രണ്ടു കൂടെ തളർന്ന് സൈഡായി. അഞ്ജു അടി എന്തിനാണെന്ന് പോലും ചോദിച്ചില്ല. കാരണം സായി ഇങ്ങനെയാണെങ്കിൽ ആദ്യം എന്തായിരിക്കുമെന്ന് കൊച്ചിനെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പാവം ജാനി. കുറച്ചു കഴിഞ്ഞ് ജാനി വന്ന് അഞ്ജുവിനെ കെട്ടിപ്പിടിച്ചു. അഞ്ജു തിരിച്ചു. എങ്ങനെയുണ്ട് ഓഫീസും ബോസും? ഹിറ്റ്ലറും ക്യാബും അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? രാവണനും ലങ്കയും. തിരിച്ചു പോയാലോ? അതിന് പറ്റില്ലല്ലോ. അതിന് അഞ്ജു അന്താളിച്ച് നോക്കി. നമ്മൾ സൈൻ ചെയ്ത ബോർഡ് അനുസരിച്ച് 2 ഇയർ വർക്ക് ചെയ്യണം. ഇല്ലേ 25 lakh കൊടുക്കേണ്ടി വരും.
അത് കേട്ട് അഞ്ജു ഞെട്ടി. എന്നാൽ പിന്നെ വല്ലതും കുരുത്തക്കേട് കാണിക്കാം, അപ്പോൾ അവിടുന്ന് പുറത്താക്കുമല്ലോ. അതും ഞാൻ തിരക്കി. നോട്ട് വർക്ക്ഡ്. അങ്ങനെ നമ്മളെ പുറത്താക്കുവാണില്ലേ, ഫൈൻ 12 lakh വിത്ത് ഹോസ്റ്റൽ ഫീ കൂടെ അടച്ചിട്ട് പോകണം. ഇത് കേട്ട് അഞ്ജു പറഞ്ഞു പോയി. മോളെ ജാനു, അഞ്ജുമ, വി ആർ ട്രാപ്ഡ്.